പത്തനംതിട്ട പെരുന്നാട്ടാണ് അരിങ്കൊലയുണ്ടായ CITU പ്രവർത്തകൻ ജിതിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ് എന്നടക്കമുള്ള അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ വരികയാണ്. തുടയിലും വലത് കൈയിലും വയറ്റിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. കേസിൽ 8 പേരെയാണ് പ്രതിയേർത്തിട്ടുള്ളത്. FIR വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന CPM ആരോപണം തള്ളുകയാണ് BJP RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നതായിരുന്നു CPMന്റെ ആരോപണം. ആ ആരോപണമാണ് ഇപ്പോൾ BJP നേതൃത്വം തള്ളുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, ആദ്യം ഈ പെരുന്നാട്ടെ ക്രൂരതയിലേക്ക് വന്നാൽ വെട്ടിക്കൊലപ്പെടുത്തിയത് മൃഗീയമായി അതിക്രൂരമായി എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ വരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ? ആകെ 8 പ്രതികളാണുള്ളത്. നിഖിലേഷ്, വിഷ്ണു, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ. ഇതിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും. അത് അഖിൽ, ശരൺ, ആരോമൽ എന്നിവരാണ്. പ്രധാനപ്പെട്ട പ്രതി എന്നുള്ളത് വിഷ്ണു എന്ന ആളാണ്. അയാൾ അടക്കം മറ്റ് 5 പേർ സ്ഥലത്തു നിന്ന് കടന്നിരിക്കുകയാണ്. ഇവരെ പിടികൂടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ്. ഒരുപക്ഷേ രാത്രി തന്നെ ഇവർ ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നിട്ടുള്ളാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ള പോലീസിൻ്റെ വിവിധ മേഖലകളെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൊല്ലപ്പെട്ട ജിതിന് 36 വയസ്സ് പ്രായമാണ്. അദ്ദേഹവും അച്ഛനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സഹോദരിയും അമ്മയും വിദേശത്താണ്. 36-കാരനായ ജിതിൻ അവിവാഹിതനാണ്. CITUവിൻ്റെ ഏറെക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം സജീവമായിരുന്നു. ഒപ്പം തന്നെ തടി ബിസിനസ്സും ചുമട്ടുതൊഴിലടക്കമുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി. ഇന്നലെ രാത്രി 10:20-ന് ശബരിമല പാതയിൽ പെരുന്നാട് മടത്തമൂഴി ചെറിയ പാലത്തിന് സമീപമാണ് സംഘർഷമുണ്ടായത്. ബന്ധുവായ അനന്തു അനിലിനെ ആക്രമിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ എത്തിയ വേളയിൽ മറ്റു പ്രതികൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും അതിക്രൂരമായി ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാര്യമായ വെട്ടേറ്റ പാടുകളുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശരീരത്തിൽ 3 ആഴമേറിയ മുറിവുകളുണ്ട്. അതിൽ ഒന്ന് തുടയിലും മറ്റൊന്ന് വയറ്റിലും ശേഷം വലത് കൈയിലുമാണ് വെട്ടേറ്റ പാടുകൾ. ഏതാനും മുറിവുകൾ ശരീരത്ത് കൈപ്പത്തിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് അക്രമം തടയാനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ മാരകമായി മുറിപ്പെട്ട് അല്പസമയം റോഡിൽ കിടന്ന ശേഷമാണ് ഇദ്ദേഹത്തെ പിന്നീട് പെരുന്നാട് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ നിന്നും തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സ വേണമെന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏറെക്കുറെ 11 മണിക്ക് അടുത്താണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ സംഘർഷത്തിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്, കൊലപാതകം ഉണ്ടാകുന്നത്. ആശുപത്രി എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ? ഇപ്പോൾ ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില സൂചനകളുണ്ടായിരുന്നത് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ഒരു കൊലപാതകം എന്ന നിലയിലല്ല എന്നതായിരുന്നു. പക്ഷേ CPM ആരോപണം ഉന്നയിക്കുന്നുള്ള BJP RSS പ്രവർത്തകരാണ് എന്ന്. ഇപ്പോൾ FIR-ൽ പ്രതിയേർക്കപ്പെട്ട ആളുകൾക്ക് ഈ പാർട്ടി പശ്ചാത്തലമുണ്ടോ? അവിടെ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുകയായിരുന്നോ? ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ടോ? BJP നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ്? ആരോപണം ഉന്നയിച്ചത് ആദ്യം CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. സംസ്ഥാന സെക്രട്ടറിയും സമാന രീതിയിലുള്ള പ്രതികരണം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. CITUവിൻ്റെ പ്രതികരണവും സമാനമായി തന്നെ ഉള്ളതാണ്. എന്നാൽ ഈ സംഭവവുമായി പാർട്ടിക്കോ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് BJPയുടേത് VA സൂരജ് പ്രതികരിക്കുന്നത്. BJPയുടെയും RSSൻ്റെയും മേൽ കൊലപാതകം കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും വിശദീകരണം സൂരജിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ BJP RSS കേന്ദ്രങ്ങൾ പുറത്തുവിട്ട ചില ചിത്രങ്ങൾ, അതായത് പ്രതിപ്പട്ടികയിലുള്ള 8 പേരിൽ 2 പേർക്ക് DYFI CITU ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ മുൻകാല രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പോസ്റ്റിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. എന്തായാലും അംഗങ്ങളുടെ പ്രതിപ്പട്ടികയിലുള്ള ആളുകളുടെ രാഷ്ട്രീയം സംബന്ധിച്ച് അവ്യക്തതകൾ തുടരുകയാണ്. FIR-ൽ എവിടെയും രാഷ്ട്രീയ കൊലപാതകമെന്ന സൂചനകളില്ല. അനന്തുവിനെ ആക്രമിച്ചപ്പോൾ അത് തടയാനെത്തിയ ജിതിനെ അക്രമികളെല്ലാവരും കൂടി ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് FIR-ന്റെ വിശദാംശമായി വന്നിട്ടുള്ളത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു അരിങ്കൊല കൂടി നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്.